ADGP MR അജിത് കുമാറിനെതിരെ അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് PV അൻവർ MLA. സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നു, ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഒപ്പം MR അജിത് കുമാർ നടത്തിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഒരു ശബ്ദരേഖ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കേൾപ്പിച്ചിരുന്നു. അത് സോളാർ കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹവുമായി സംസാരിച്ചതാണ് എന്നും മനസ്സിലാകുന്നു. അതാരാണ് എന്ന കാര്യം അദ്ദേഹം പറയുന്നില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിലാണ് ഈ MR അജിത് കുമാറിന്റെ ഇടപെടൽ സോളാർ കേസിനെ ബാധിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം കളക്ടറേറ്റിലാണ്. രഞ്ജിത്ത് ചോദിച്ച വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടുത്തെ ഒരു സാഹചര്യം കൂടി നമ്മൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നേരത്തെ തനിക്ക് ഭീഷണിയുണ്ടെന്നും ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് ഗൺ ലൈസൻസ് അനുവദിക്കണമെന്നും PV അൻവർ MLA അപേക്ഷ തയ്യാറാക്കുന്നു. ആ അപേക്ഷയുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മലപ്പുറം കളക്ടർ VR വിനോദിന്റെ ചേംബറിൽ എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ അദ്ദേഹം കളക്ടറുമായി വിശദീകരിക്കുകയാണ്. തനിക്ക് ഗൺ ലൈസൻസ് അനുവദിച്ചു നൽകണം എന്ന ഒരു അപേക്ഷ അദ്ദേഹം ഇപ്പോൾ കളക്ടർക്ക് മുൻപിൽ വെച്ചിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്: കുറച്ച് ദിവസമായി സംസ്ഥാനത്തെ പോലീസ് സേനയിലെ പ്രമുഖരുമായി ഞാൻ ചില വെളിപ്പെടുത്തലുകൾ ദൃശ്യമാധ്യമങ്ങൾ വഴി നടത്തിയിരുന്നു. എനിക്ക് നേരിട്ടും അല്ലാതെയും വിശ്വസനീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തമബോധ്യത്തോടെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇതിൽ പല പ്രമുഖർക്കും എന്നോട് വിദ്വേഷവും പകയും വിരോധവും ഉണ്ടായിട്ടുണ്ട്. അധികാരവും സാങ്കേതിക സംവിധാനങ്ങളും ആളും അർത്ഥവും കൈവശമുള്ള ആ വിഭാഗം എന്നെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്താനിടയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിയമവ്യവസ്ഥകൾ പാലിക്കുന്ന രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ ജീവനും സ്വത്തിനും ഈ അവസരത്തിൽ ഭീഷണിയുള്ളതായും എനിക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിയോഗികളിൽ നിന്നും ഏത് സമയത്തും ഒരു ആക്രമണം ഞാൻ പ്രതീക്ഷിക്കുന്നു. മേൽ സാഹചര്യത്തിൽ പൗരൻ എന്ന നിലയിൽ എൻ്റെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണത്തിനായി ആംസ് ഗൺ ലൈസൻസ് അനുവദിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹം അപേക്ഷ നൽകി തിരിച്ചിറങ്ങുകയാണ്. ഇവിടുന്ന് മാധ്യമങ്ങളെ കാണുമോ എന്ന് അറിയുകയില്ല. കൊടുത്തു അപേക്ഷ കൊടുത്തു. കാര്യമൊന്നുമില്ല, അവിടെ തീരുമാനിക്കട്ടെ. അപ്പോ ഗൺ ലൈസൻസിന്റെ അപേക്ഷ കൊടുത്തു. ഇനി അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം കളക്ടറുടെ ഭാഗത്തു നിന്ന് സ്പീഡപ്പ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ദാറ്റ് വി വിൽ സീ, വെയിറ്റ് ആൻഡ് സീ. കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുന്ന ഭീഷണി അങ്ങനെ കണക്കാക്കാം. അങ്ങനെ ആരെങ്കിലും വിളിച്ചിരുന്നു? മനസ്സിലായില്ലേ? എങ്ങനെ വീഴ്ത്തല്ലോ. താങ്കൾക്ക് ഒരു ഗവൺമെന്റ് കൂടുതൽ പോലീസ് സുരക്ഷയുടെ ആവശ്യമുണ്ടോ? അല്ല, എനിക്ക് തോക്ക് കിട്ടിയാൽ മതി. ഐ വിൽ മാനേജ്. മറ്റൊരു കാര്യം, ഈ സരിത താങ്കൾ പറഞ്ഞത് ശരിയാണ്. അജിത് കുമാർ പിന്നെ ഈ പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അജിത് കുമാർ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സരിത എപ്പോ പറഞ്ഞു? കുറച്ചു മുമ്പ് മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ടു. അതെ, ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ വിവരം ഞാൻ തന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആലോചിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട പരാതിക്കാരും സാക്ഷികളും അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥരും ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് അന്വേഷണത്തിൽ തന്നെ പോട്ടെ. പിന്നെ സരിത വേറെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഹൈക്കോടതിയിൽ ഈ ചങ്ങാതിനെ കുറിച്ച്. അജിത് കുമാർ ശാരീരികമായി പീഡിപ്പിച്ചാണ് പോലീസ് കേസെടുക്കാത്തത്. ഹൈക്കോടതിയിൽ ഒരു കേസ്. അജിത് കുമാർ പീഡിപ്പിച്ചിട്ട് അവർ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസിന് ഡയറക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ മനസ്സിലാക്കിയ കേട്ടവരാ. നിങ്ങളൊന്ന് വിടി മാഷേ. മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഇരുന്നോട്ടെ. ആ സ്വാധീനം അഞ്ഞത്തേക്ക് കയറണ്ട. ഞാൻ അവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിനെ കാണുമെന്ന് പറഞ്ഞില്ലേ. പിന്നെ അതിങ്ങനെ ചോദിക്കുന്ന കാര്യം എന്താ? തന്റെ ജീവന് ഭീഷണിയുള്ളതുകൊണ്ട് അൻവർ MLA കളക്ടറേറ്റിലുണ്ട്. അദ്ദേഹം അവിടെ എത്തി ഗൺ ലൈസൻസിന്, അതായത് തോക്ക് കൈവശം വെച്ച് ഉപയോഗിക്കാനുള്ള ലൈസൻസിനായി കളക്ടർക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാവുകയാണ്. എന്താണ് PV അൻവറിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത വരുന്നില്ല. സംസ്ഥാനത്തെ ഭരണകക്ഷിയിലെ പ്രമുഖ MLA തനിക്ക് ജീവിക്കാനായി, തനിക്ക് മുന്നോട്ട് പോകാനായി, തനിക്ക് സുരക്ഷിതത്വമില്ല, ഗൺ ലൈസൻസ് വേണം എന്നുള്ള അപേക്ഷ
നൽകുകയാണ്. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കൂടി തനിക്ക് സുരക്ഷിതത്വം വേണമെന്നുള്ളതാണ്. അനുമോദ, എന്താണ് ഈ അൻവറിന്റെ ഉദ്ദേശം? കാരണം ഓരോ ദിവസവും ചെയ്യുന്ന ചെയ്തികൾ, പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചുള്ള, എന്തൊക്കെയോ വലിയ വലിയ ഉദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള എന്തൊക്കെയോ ആണ് നമുക്ക് മനസ്സിലാകുന്നു. എന്താണ് അദ്ദേഹത്തിന് ഇത്ര വലിയ ധൈര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകുന്നത് സംസ്ഥാനത്തെ ഭരണകക്ഷി MLA ആണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന CPM-ന്റെ സർക്കാരിന്റെ ഒപ്പമുള്ള ഒരു MLA ആണ്. സുരക്ഷിതത്വം തനിക്ക് വേണമെന്നുള്ള അപേക്ഷയിലൂടെ പൂർണ്ണമായും ഇതിൽ നിന്നൊക്കെ അകലുകയാണോ അൻവർ? രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ തന്നെ പോലീസിന്റെ 2 പേർ അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലകൾക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സോളാർ കേസിലെ ഇര നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മാഡം, എന്താണ് ഈ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട സോളാർ കേസിൽ താങ്കൾക്ക് പറയാനുള്ളത്? PV അൻവർ പറയുന്നത് ഈ സോളാർ കേസ് പൂർണ്ണമായും അട്ടിമറിച്ചതിന് പിന്നിൽ MR അജിത് കുമാർ ആണ് എന്നുള്ളതാണ്. അതിൽ വാസ്തവമുണ്ടോ മാഡം? സോളാർ കേസ് അട്ടിമറിച്ചതിൽ ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ മാത്രമായി ചേർന്നൊന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അന്ന് അട്ടിമറിച്ചിരുന്നു. അത് ഞാൻ പല പ്രാവശ്യമായിട്ട് പലയിടത്ത് ഗ്രീനസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലാണ്, ശരിക്കും ഞാൻ വാർത്ത കണ്ടിട്ടില്ല. എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? അതായത് MR അജിത് കുമാർ ഇടപെട്ട് പല ഇടപെടലുകളും നടത്തി. അതിന്റെ ശബ്ദ സംപ്രേഷണം അദ്ദേഹം ഒരു സംസ്ഥാനത്തെ മറ്റൊരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അത് ബോധ്യപ്പെടുത്തി. അതിന്റെ ശബ്ദം കൂടി കേട്ടിരുന്നു. കാരണം MR അജിത് കുമാർ ഇടപെട്ട് പലതരത്തിലുള്ള അന്നത്തെ ഭരണകക്ഷി നേതാക്കളെ അടക്കം രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. അന്നും പോലീസിൽ അദ്ദേഹത്തിന് ചില സ്ഥാനങ്ങളും ചില മെച്ചപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടി എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. പോലീസിലുള്ള ആളുകൾ തന്നെയാണ് തന്നെ ഈ വിഷയം അറിയിച്ചത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ഞാന് ഈ സോളാർ കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ, IPS തലത്തിലുള്ളതും CBIയിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഞാൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ പെറ്റീഷൻ മൂവ് ചെയ്തിരുന്നു. പെറ്റീഷൻ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ വാർത്ത കണ്ടിട്ടില്ല ഹോസ്പിറ്റലായതുകൊണ്ട്. എന്നാലും ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും കോൺഗ്രസിലെ 2 പേർക്കെതിരെയുള്ള കേസ് മൊഴികൾ ഒന്ന് വൈരുദ്ധ്യം വരുത്തണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, കേസ് ഒഴിവാകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് മുമ്പോട്ട് പോകുവാനുള്ളൊരു സാഹചര്യം കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും പാലിച്ചിട്ടില്ല. ഇനി ഞാൻ അന്വേഷിച്ചിട്ടുള്ളതിൽ അവരൊക്കെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളതെന്നുള്ളതിന്റെ ഫുൾ റെക്കോർഡ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. പങ്കാളിത്തവും കളക്ട് ചെയ്തിട്ടുണ്ടല്ലേ? എന്താണ് സർ? MR അജിത് കുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ചും ചില തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടല്ലേ? അതെ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു ചിലരുമായി ബന്ധപ്പെട്ടും എന്റെ അടുത്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള ചില വ്യക്തികൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് അന്ന് ഇദ്ദേഹം പോലീസിന്റെ ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ സ്വാധീനിച്ചു എന്നൊക്കെയാണ് PV അൻവർ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പുറത്തായിരുന്നല്ലോ. എന്നാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ മെമ്പേഴ്സിനും വളരെ ഉയരത്തിലുള്ള ഒരു പോസ്റ്റിലുമായിരുന്നു. അപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ 2011 മുതൽ വളരെയധികം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീ അജിത് സാർ. അപ്പൊ വിളിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണോ? അല്ല, കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മുമ്പേ തന്നെ, അതായത് ടീം സോളാർ ഉണ്ടായിരുന്ന കാലത്ത് അന്നത്തെ കോൾ റെക്കോർഡ്സ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ടല്ലോ. കോൾ റെക്കോർഡ്സ് എല്ലാം പുറത്തു വന്നതാണല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് തന്നെ വളരെയധികം കോൾസ് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് അലിഗേഷൻസ് ഈ സോളാർ കേസ് വന്നപ്പോൾ വന്നതാണ്. അതിനു മുമ്പ് തന്നെ ദിവസവും സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുമെന്നുള്ളൊരു ധാരണ ചിലപ്പം ഞാൻ പരാതി കൊടുത്ത ആൾക്കാർക്ക് ഉണ്ടായിരുന്നിരിക്കണം. ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് താങ്കളെ വിളിച്ചിട്ടുണ്ടോ അജിത് കുമാർ? കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കേസ് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത്
അത് കേൾക്കാതെ മുമ്പോട്ട് പോകാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞത് മറ്റു പലരും ഇങ്ങനെയുള്ള കേസിനകത്ത് ഇടപെട്ട് എന്നെ കൊണ്ട് മൊഴി മാറ്റിക്കാം എന്നൊക്കെ പറഞ്ഞ് ക്യാഷ് കളക്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഇൻഫർമേഷനും തെളിവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരി 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 അതുകൊണ്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ പെറ്റീഷൻ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. ശരി ശരി നന്ദി നന്ദി മാഡം. ഏതായാലും ഇതിൽ തെളിവുകൾ കൈവശമുണ്ടായ സോളാർ കേസിലെ ഇര പറയുന്നുണ്ട്. ഒപ്പം ചില വെളിപ്പെടുത്തലുകൾ തന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അതിനിർണായകമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ്. നമുക്ക് മറ്റ് ഇപ്പോൾ ADGP അജിത് കുമാർ മാധ്യമങ്ങളെ കാണും തത്സമയം. അത് കഴിഞ്ഞ ദിവസമെങ്കിലും വാർത്തമായ അദ്ദേഹം ആരോപണങ്ങളിലൂടെ നിൽക്കുകയാണ്. ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? സാറേ, ആ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. താങ്കൾ വീട് പണിയുന്നു എന്നതടക്കമുള്ള കൊട്ടാരം പണിയുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇന്ന് ഉന്നയിക്കുന്നത്. ഇന്നലെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു. ശരി, വേറെന്താണ്? മുഖ്യമന്ത്രിയുമായിട്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം പേഴ്സണലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെന്താണ്?